ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും അല്ലെങ്കിൽ നമ്മൾ ബയോളജി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ടോപ്പിക്കിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 1, 2, 3, 4, 5, 6, 7 ടോപ്പിക്കാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. 6 മാർക്കാണ്. അപ്പോൾ ഏകദേശം ഈ 6 മാർക്കിനും PSC ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കുള്ള സംശയമാണ് SCRT മാത്രം പഠിച്ചാൽ മതിയോ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ PYQ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും, എവിടെ നോക്കിയാണ് പഠിക്കേണ്ടത്, എവിടെ നോക്കിയാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ PYQ സീരീസ് നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് ഓൾറെഡി കവർ ചെയ്തു. കാണാത്തവർ നിർബന്ധമായിട്ടും കാണാം. തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ബയോളജി നോക്കാം. ഈ സിലബസിലത്തെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ, വൃക്ക, മസ്തിഷ്കം, ഹൃദയം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വൃക്ക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ചോദ്യങ്ങളുടെ ഉറവിടവും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സോഴ്സ് ഒരുമിച്ച് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, തെറ്റായവയാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റ്? പിത്തരസം വൃക്ക ഉൽപ്പാദിക്കപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. ഉൽപ്പാദിക്കുന്നത് വൃക്ക അല്ല, കരളാണ് അല്ലേ? കരളാണ്, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു, ഇതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിത്തരസത്തിൽ എൻസൈമുകളില്ല എന്നുള്ളത് കറക്റ്റാണ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്ത്? ഓപ്ഷൻ നിശാന്തത, ഗ്ലോക്കോമ, തിമിരം, സിറോഫ്താൽമിയ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണ്, സിറോഫ്താൽമിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലോക പ്രമേഹ ദിനമായി ആചരിപ്പിക്കപ്പെടുന്നത്, ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ, നവംബർ 14. ശിശുദിനം തന്നെ ആയതുകൊണ്ട് പ്രമേഹം വന്ന് മുട്ടായി കഴിച്ചിട്ട് ഒരുപാട് ഷുഗർ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പ്രമേഹ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് നവംബർ 14 തീയതിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? പൈനിയൽ ഗ്രന്ഥി, മെലാട്ടോണിൻ. അപ്പോൾ ഓരോ ഗ്രന്ഥികളും ഓരോ ഗ്ലാൻസും അത് ഉൽപ്പാദിക്കപ്പെടുന്ന ഹോർമോണിൻ്റെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. പൈനിയൽ ഗ്രന്ഥി, മെലാറ്റോണിൻ, തൈറോയിഡ് ഗ്രന്ഥി, ഇൻസുലിൻ, ആഗ്നേയ ഗ്രന്ഥി, തൈമോസിൻ, അഡ്രീനൽ ഗ്രന്ഥി, കോർട്ടിസോൾ. അപ്പോൾ ഇതിലേതൊക്കെയാണ് കറക്റ്റ്? 1ഉം 4ഉം ആണ് അല്ലേ? പൈനിയൽ ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഉൽപ്പാദിക്കുന്നത്. അഡ്രീനൽ ഗ്രന്ഥിയാണ് കോർട്ടിസോൾ ഉൽപ്പാദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് നോക്കി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ SCRTയിലുള്ള ഫാക്ട്സ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 9ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്ക് 2ാമത്തെ ചാപ്റ്റർ, ബയോളജിയിൽ 2ാമത്തെ ചാപ്റ്ററാണ് ആഹാരം അന്നപഥത്തിൽ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ഒരു ഇമേജ് ആയിട്ട് ഇവിടെ ഒരു ടേബിളായിട്ട് കാണാനായിട്ട് പറ്റും. കരൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന. അപ്പോൾ ആരാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്? അത് കരളാന്നുള്ള ഫാക്ടർ ഇവിടുന്ന് മനസ്സിലായി. പിത്തരസത്തിൽ എൻസൈമുകളില്ല. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും. അപ്പോൾ എന്താണ് പിത്തരസം ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണ
ക്ഷാരഗുണമാക്കുകയും ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. ഓക്കെ, ഇനി പാൻക്രിയാസ് ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് സിലബസ് നമ്മൾ നോക്കിയപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് കണ്ടു അല്ലേ, മനുഷ്യ ശരീരത്തെക്കുറിച്ചിട്ടുള്ള പൊതു അറിവെന്നാണ് ആദ്യത്തെ ഒരു ചാപ്റ്റർ തന്നേക്കുന്നത്. അതിനകത്ത് തന്നെ വരുന്ന ഫാക്ടേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ സെല്ല് വരും, ഓരോ ഇപ്പോൾ നമുക്ക് കണ്ണ്, ചെവി, മൂക്ക്, അതുപോലെ ബ്രെയിൻ, ഹൃദയം, ഇങ്ങനത്തെ ഓരോ സിസ്റ്റം അല്ലെങ്കിൽ ലിവർ, കിഡ്നി, എല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ടോപ്പിക്കാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഹൃദയം എങ്ങനെയാണ് മനുഷ്യൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 9ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഭാഗം 2. അതേ ടെക്സ്റ്റ് ബുക്കാണ്, അതിൻ്റെ തന്നെ ഭാഗം 2 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 5ാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് അടുത്തൊരു ചോദ്യത്തിൻ്റെ ആൻസർ കാണാനായിട്ട് പറ്റുന്നത്. 5ാമത്തെ ചാപ്റ്റർ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. വിസർജനം സമസ്ഥിതി പാലനത്തിന്. 5ാമത്തെ ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കാണാം വിസർജനാവയവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കരൾ എന്ന മാലിന്യ സംസ്കരണശാല ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ ആൽക്കഹോളൊക്കെ കൂടുതലാവുമ്പോൾ കരളിനുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവങ്ങൾ. യൂറിയ, വിറ്റമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവങ്ങളാണ് വൃക്കകൾ. വൃക്കകളെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഏതൊക്കെയാണ് വൃക്കകളിലെ എഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, വൃക്കകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലോട്ട് വരാം. കുറച്ച് താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് കാണാം രോഗത്തിൻ്റെ കാരണം, ലക്ഷണം. അപ്പോൾ വൃക്കയെ ബാധിക്കുന്നതാണ് നെഫ്രൈറ്റിസ്. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്? കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറംവേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ബയോളജി പാർട്ട് അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തരത്തിൽ ചോദിക്കാറുണ്ട്. ഒരു രോഗത്തെക്കുറിച്ചിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് വരും, അതേതൊക്കെയാണ് ആ രോഗത്തിന് കറക്റ്റായിട്ടുള്ളത്. ഇപ്പോൾ നെഫ്രൈറ്റിസ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൃക്കയെ എഫക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലിവറിനെ, കരളിനെ എഫക്റ്റ് ചെയ്യുന്നതാണെന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണവും കാരണമൊക്കെ ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. വൃക്കയിലെ കല്ല്, വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നതാണ് എന്ത്? വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത്. യുറീമിയ ഇമ്പോർട്ടൻ്റ് ആണ്. പലതരം വൃക്ക രോഗങ്ങൾ, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദമൊക്കെ ചേർന്നതാണ് എന്തുണ്ടാവുന്നത്? യുറീമിയ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുന്നു എന്നുള്ളതൊക്കെയാണ് യുറീമിയയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹോർമോണിൻ്റെ ചാപ്റ്റർ അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററും കൂടെ നമുക്ക് നോക്കാം. ഇനി 10ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. അപ്പോൾ നമ്മൾ ബയോളജി സബ്ജക്റ്റ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് പൊതുവേ ബയോളജി സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ആളാണ്, അതുപോലെ ഒരുപാട് പേരുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ ഒരിക്കലും എക്സാമിനെ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ് ഈ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ. ഹോർമോണുകളെക്കുറിച്ച്, അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥികളെക്കുറിച്ച്, ഗ്ലാൻസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ LDC പോലുള്ള ഒരു എക്സാമിന് കൂടുതലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് SCRTയിൽ നിന്നാണ് ബയോളജി പോർഷൻസ് എന്ന് ചോദ്യം ചോദിക്കുന്നത്. അതായത് ബയോളജി എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ജീവശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന കൂടുതൽ ചോദ്യങ്ങളും, കൂടുതൽ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക, വരില്ല എന്നുള്ളതല്ല, കൂടുതൽ ചോദ്യങ്ങളും SCRTയുടെ പോർഷൻസ് എന്നാണ് നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതല്ലാണ്ട് പിന്നെ ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അല്ലെങ്കിൽ കാലാവസ്ഥ, നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കും വരുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് ലോകതലത്തിൽ നടന്നിട്ടുള്ള ഉച്ചകോടികൾ, പരിസ്ഥിതി ദിനം, അതിൻ്റെ സന്ദേശം, അങ്ങനത്തെ ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോളജിയുടെ പോർഷൻ എടുത്താൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ഹോർമോണുകളെ കുറിച്ച് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഇതിലെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്നതാണ്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ, ഇൻസുലിൻ എന്ന ഹോർമോണെ കുറിച്ച്. ഇൻസുലിൻ കുത്തിവെക്കുന്നു, കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞാൽ ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ ഇൻസുലിൻ കുത്തിവെക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡാണ്. അപ്പോൾ പാൻക്രിയാസിൽ തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ, ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്, ഏത് കോശ സമൂഹമാണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. അതിൽ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻസുലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് ഈ ഒരു ചാപ്റ്റർ. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇൻസുലിൻ പ്രമേഹം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? അത് വേണമെങ്കിൽ ഒരു ജെനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസീസാണെന്ന് പറയാം. ഒരു പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാവുന്നതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ഇനി ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതശൈലി രോഗമായിട്ട് വരുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിൻ്റെ കാരണങ്ങളാണ്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാം. മറ്റൊരു ചോദ്യം നമ്മൾ കണ്ടല്ലേ, എന്നാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും പ്രമേഹ ദിനമായിട്ട് എന്നാണ് ആചരിക്കുന്നത് എന്നുള്ള ചോദ്യം കണ്ടു. നവംബർ 14 പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അതും ആ ചോദ്യവും ഈ ബുക്കിലുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ഏതൊക്കെയാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 2 ഹോർമോണുകൾ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. അതിൻ്റെ തന്നെ ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങൾ, ഓരോന്നിൻ്റെയും ഉൽപ്പാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മിക്സഡിമി ആയാലും ക്രെറ്റിനിസം ആയാലും ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ കുട്ടികളെയാണ് ക്രെറ്റിനിസം എഫക്റ്റ് ചെയ്യുന്നത്. കുട്ടികൾ ക്രെറ്റിനിസം അങ്ങനെയുള്ള കുഞ്ഞ് കണക്ഷനൊക്കെ വെച്ചിട്ട് പഠിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലുള്ള ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ മാനസിക ശാരീരിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് എന്ത്? ക്രെറ്റിനിസം. അപ്പോൾ ക്രെറ്റിനിസം എഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളിലാണ്. ക്രെറ്റിനിസം ഉണ്ട്, മിക്സഡിമയൊക്കെ, ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്. ക്രെറ്റിനിസം കുട്ടികളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. മിക്സഡിമ മുതിർന്നവരെ, ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, ക്രെറ്റിനിസം കുട്ടികളെ, മിക്സഡിമ മുതിർന്നവരിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, ഇതൊക്കെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയിലാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി തൈറോക്സിൻ്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലമാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗോയിറ്റർ എന്ന് പറയുന്നൊരു മറ്റൊരു അസുഖം. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ്റെ അഭാവത്തിലാണ് എന്തുണ്ടാവുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരോ ഗ്രന്ഥികളെ കുറിച്ചിട്ട്, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട ഓരോ ഗ്രന്ഥി അത് ഉൽപ്പാദിക്കപ്പെടുന്നത് മിസ്മാച്ച് ആയിട്ട് കൊടുത്തേക്കായിരുന്നു അല്ലേ. ഇനി ജൈവ ഘടികാരം, താളാത്മകമായ ശരീര പ്രവർത്തനത്തിന് ഉദാഹരണമാണല്ലോ ഉറക്കവും ഉണരലും. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാറ്റോണിൻ, നമ്മളിപ്പോൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പൈനിയൽ ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് ജൈവ ഘടികാരം എന്നൊക്കെ ഈ ഒരു ഹോർമോണിന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഏതാണെന്നുള്ളതൊക്കെ ഇവിടെ. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പോൾ വളർച്ചയ്ക്ക് പിന്നിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്.
വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ ഈ സൊമാറ്റോട്രോപ്പിനും കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒക്കെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഇത് കൂടിപ്പോവുകയാണെങ്കിൽ, ഉൽപ്പാദനം കൂടിയാൽ എന്താ അവസ്ഥയാണ്? ഭീമാകാരത്വം, ജൈജാൻറ്റിസം. ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു ഫോട്ടോ കണ്ടല്ലോ. അപ്പോൾ ജൈജാൻറ്റിസം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഏത് ഹോർമോൺ കൂടുതലായതുകൊണ്ടാണ്? ഏത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനാണ്? സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ സൊമാറ്റോ എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ അല്ലേ. അപ്പോൾ ഫുഡ് അങ്ങനെ സൊമാറ്റോ കൂടുതലായി കഴിഞ്ഞാൽ സൊമാറ്റോട്രോപ്പിൻ ഫുഡ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കഴിക്കണമെന്നാണല്ലോ ഒരു ഇത്. അപ്പോൾ സൊമാറ്റോട്രോപ്പിൻ വളർച്ചയ്ക്ക് കൂടുതലാവുകയാണെങ്കിൽ എന്താവും? സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ എന്താവും? ജൈജാൻറ്റിസം ഉണ്ടാകുന്നു. അപ്പോൾ അത് കുറയുകയാണെങ്കിൽ ഡ്വാർഫിസം, സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ വാമനത്വം അല്ലെങ്കിൽ ഡാർഫിസത്തിന് കാരണമാകുന്നു. ഇനി ഇതിന് ശേഷം, വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിൽ അസ്ഥികൾ വളരുന്ന സാഹചര്യമാണ് എക്രോമെഗാലി. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നല്ലൊരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ. എന്തൊക്കെയാണ് ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻസ്, വാസോപ്രസിൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, പിന്നെ ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ സ്കീംസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ കുറച്ച് സ്കീംസ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിലുള്ള സ്കീംസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ മുൻവർഷം ചോദിച്ചിട്ടുള്ളതാണ്. സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ആശ്വാസകിരണമൊക്കെ റീസെൻ്റ്ലി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സ്നേഹസ്പർശം, സ്നേഹസാന്ത്വനം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സൈറ്റിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുമുണ്ട്. ഈ ആശ്വാസകിരണത്തിൻ്റെ ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം, അതിനു വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്കീമിൻ്റെ പേരെന്താണെന്നുള്ളതൊക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്കീംസ് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡെയിലി വരുന്ന ന്യൂസ് പേപ്പറുകളിലൊക്കെ ഒരുപാട് സ്കീംസ്, ഇപ്പോൾ ഓരോ ജില്ലകളിലും പുതിയ സ്കീംസും ഒക്കെ നടപ്പിലാക്കും. അതൊക്കെ PSC ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. സോ ഇനി അടുത്ത ചോദ്യം നോക്കാം. കർസാപ്പ്, കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതെന്ന് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2018 ഒക്ടോബർ എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ 2018 ഒക്ടോബർ എന്നുള്ളതാണ്. കർസാപ്പ് എന്നൊരു പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത്. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നത് സ്വീഡനാണ്. അപ്പോൾ 2022 അപ്പോൾ 2023 ഐവറി കോസ്റ്റിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുമ്പോൾ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു തീമൊക്കെയാണ് 2023 നടന്നിട്ടുള്ള ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമായിരുന്നത്. കോട്ടെ ഡി ഐവോറ എന്നും ഒരു ഐവറി ഐലൻഡിൻ്റെ ഒഫീഷ്യൽ നെയിമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് പരിസ്ഥിതി ദിനം 2023 വേദിയായിട്ട് വരുന്നത്. അപ്പോൾ അതും കൂടെ അപ്ഡേറ്റ് ചെയ്ത് പോവാം. പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമൊക്കെ ചോദിക്കാറുള്ള ഭാഗമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് ചെവിക്കുടയിൽ കശേരുകൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ. കറക്റ്റായിട്ടുള്ള ആൻസർ 1, 2, 3, 4 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതെന്നുള്ളതാണ് ചോദ്യം. മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ആവശ്യമുണ്ട്. ഇരുമ്പ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. COVID-19 കാരണമായ സൂക്ഷ്മജീവി, വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. കൊറോണ വൈറസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല അല്ലെങ്കിൽ ജില്ലകൾ. കോഴിക്കോട്, തിരുവനന്തപുരം, ഇടുക്കി, കാസർഗോഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ് അല്ലേ. ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ 1 കോഴിക്കോടാണ് കറക്റ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം.
അപ്പം ഈ രക്തഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിളായിട്ട് SCERT-യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇപ്പോൾ എ എന്ന് പറയുമ്പോൾ രക്തഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ആൻറ്റിബോഡിയും ആൻറ്റിജനും ഉണ്ടാവും അല്ലേ. എ എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് ആകുമ്പോൾ അവർക്ക് ആൻറ്റിജൻ എന്ന് പറയുന്നത് എ തന്നെയാണ്, ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ബി ആണ്. അതുപോലെ തന്നെ ബിന് ഏതാണെന്നുള്ളത് ഒരു ടേബിളായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ ആക്സെപ്റ്ററും ഉണ്ട്, യൂണിവേഴ്സൽ ഡോണർ ഉണ്ട്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O രക്തഗ്രൂപ്പ്. ഏതാണ്? O രക്തഗ്രൂപ്പ്. യൂണിവേഴ്സൽ ആക്സെപ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നതാണ് AB രക്തഗ്രൂപ്പ്. അപ്പോൾ AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നതിനുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി AB എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വൈറ്റമിനുകളും അപര്യാപ്ത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളവ ഏവയൊക്കെ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാതിരിക്കുക. ഏതാണ് ശരിയായിട്ടുള്ളവയാണ് ഇവിടെ ചോദിക്കുന്നത്. അപര്യാപ്ത രോഗങ്ങൾ കറക്റ്റാണ്, വൈറ്റമിൻ കെൻ്റെ കറക്റ്റാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. K4 കട്ട നമ്മൾ ഇടയ്ക്ക് പറയാറുള്ളൊരു കോഡാണ് വൈറ്റമിൻ K4 രക്തം കട്ട പിടിക്കാതിരിക്കുക, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. വൈറ്റമിൻ എ റിക്കറ്റ്സ് എന്നുള്ളത് തെറ്റാണ്. വൈറ്റമിൻ ഇ സ്കർവി എന്നുള്ളതും തെറ്റാണ്. വൈറ്റമിൻ B1 ബെറിബറി എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. 1ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ റിക്കറ്റ്സ് ഏതൊരു വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാവുന്നത്? ജീവകം ഡിയുടെ ആണ് അല്ലേ. ജീവകം ഡിയുടെ, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. സ്കർവി അപര്യാപ്തത രോഗം ഉണ്ടാവുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണമാണ്. വൈറ്റമിൻ സി, ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. അതുപോലെ വൈറ്റമിൻ എ ആണെങ്കിൽ നിശാന്തത, സിറോഫ്താൽമിയ ഒക്കെയാണ് വൈറ്റമിൻ എന്റെ അപര്യാപ്തത രോഗങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്. B1 ബെറിബറി, B3 ഡെഫിഷ്യൻസി ആയെങ്കിലാണ് എന്തുണ്ടാവുന്നത്? പെല്ലഗ്ര ഉണ്ടാവുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജീവകം കെ നമ്മൾ പറഞ്ഞല്ലേ, ഹീമോഫീലിയ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കുകയാണ് ജീവകം കെയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻസും ഡെഫിഷ്യൻസി ഡിസീസസും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഭാഗമാണ്. അടുത്തത്, കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏത്? കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ പ്രൊജസ്റ്റിറോൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? സ്റ്റിനോതെർമൽ, യൂറിതെർമൽ, യൂറിഹലൈൻ, സ്റ്റിനോഹലൈൻ. അപ്പോൾ ഊഷ്മാവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തെർമലാന്നുള്ളൊരു അസംഷൻ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ഏറ്റവും ആയിട്ടുള്ള ആൻസർ, ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി യൂറിതെർമൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് കാലിലാണ് അല്ലേ. കാലിൽ തുടയുടെ ഭാഗത്താണ് ഫീമർ എന്ന അസ്ഥി കാണപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏത് രാജ്യത്തിൽ നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ഓപ്ഷൻ ഡി നമീബിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർ ചോദിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും വരുന്നുണ്ട്. സ്കീംസിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ദിനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ ജലദിനം, ജൈവ വൈവിധ്യ ദിനം, അതിൻ്റെയൊക്കെ തീം, വെന്യൂ, സമ്മിറ്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടികൾ, അങ്ങനത്തെ സംഭവമൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നതാണ്. പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക്, ഇതാണ് നേരത്തെ പറഞ്ഞ ചോദ്യം, കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതിയാണ് ഏത്? താലോലം, സമാശ്വാസം, പ്രത്യാശ, ആശ്വാസകിരണം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതുമായിട്ട് ഇതിലെ താലോലം, സമാശ്വാസം, പ്രത്യാശയൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത്, ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥിയാണ് ഇത്? ഓപ്ഷൻ എ കരൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ഓപ്ഷൻ ബി ടെറ്റനി. അപ്പോൾ തെറ്റരുത്, ടെറ്റനസും ടെറ്റനിയും ഒന്നും മാറരുത്. ടെറ്റനിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി എലിപ്പനിക്ക് കാരണമായ രോഗകാരി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി, മറ്റേത് ഏത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്നുള്ള രീതിയിൽ മുന്നേ ചോദിച്ചു. അപ്പോൾ ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേരാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് SCERT-യിലുള്ളതാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ 4ാമത്തെ ചാപ്റ്റർ
അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്നിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ സൂക്ഷ്മ ജീവികളും രോഗങ്ങളും എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പേരിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് എലിപ്പനി പരത്തുന്നത്. ബാക്ടീരിയയുടെ പേര് ലെപ്റ്റോസ്പൈറ എന്നുള്ളതാണ്. അപ്പോൾ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ലക്ഷണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയൊക്കെയാണ് മുഖ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇനി മറ്റു ചില ബാക്ടീരിയ രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ. ഡിഫ്തീരിയ, ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ്. നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. അപ്പോൾ ഇതൊക്കെ എന്ത് രോഗമാണ്? ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരണം കൊടുത്തിട്ടുണ്ട്. ഇനി ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്, TB എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ TB എന്ന് പറയുന്നത് എന്ത് രോഗമാണ്? ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മുഖ്യ ലക്ഷണങ്ങൾ: ശരീരത്തിന് ഭാരക്കുറവ്, ക്ഷീണം, സ്ഥിരമായ ചുമ, സ്ഥിരമായിട്ടുള്ള ചുമ. ഏതൊക്കെ ഭാഗത്താണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ് മുഖ്യമായിട്ടും ക്ഷയരോഗം ബാധിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വാക്സിൻ, ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വൈറസിൻ്റെ ഡെഫിനേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. പ്രോട്ടീൻ ആവരണത്തിനുള്ള, അപ്പം ഇങ്ങനത്തെ കോളങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഏത് സബ്ജക്റ്റ് ആയാലും PSC എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിനെ. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യനെ മാത്രമല്ല, സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയൊക്കെ വൈറസ് ബാധിക്കും. നിപ്പ വൈറസ് അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. അപ്പം ഈ പുസ്തകം അടിക്കുമ്പോൾ എന്തുണ്ടായിരുന്നില്ല? കൊറോണ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കൊറോണ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നേ അല്ലേ. ഇപ്പോൾ കൊറോണ, ഒമിക്രോൺ, ഇപ്പോൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മങ്കി പോക്സ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ചോദിക്കാറുണ്ട്. എയ്ഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എയ്ഡ്സ് പരത്തുന്ന വൈറസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്തിനാണ് ബാധിക്കുന്നത്? കരൾ രോഗമാണ്. നേരത്തെ നെഫ്രൈറ്റിസ് പറഞ്ഞു. നെഫ്രൈറ്റിസ് എന്തുമായി ബാധിക്കുന്നതാണ്? വൃക്കയെ ബാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് കരൾ രോഗമാണ്. അപ്പോൾ വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു. എങ്ങനെയാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഫംഗസ് രോഗങ്ങളാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വോം. അപ്പം ചോദിക്കുന്ന ചോദ്യമാണ്. അറ്റ്ലസ് ഫൂട്ടൊക്കെ ഫംഗസ് ഉണ്ടാക്കുന്നതാണ്. ഇനി പ്രോട്ടോസോവ രോഗങ്ങൾ. ഏകകോശ യൂകാരിയോട്ടുകളാണ് പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഉദാഹരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് മലമ്പനി. ഓക്കെ. രോഗകാരി പ്ലാസ്മോഡിയം, വാഹകർ അനോഫിലസ് പെൺകൊതുക്. ഇതെല്ലാം മലമ്പനിയെ കുറിച്ചിട്ടുള്ള രോഗകാരി ഏതാണ്, വാഹകർ ഏതാണ് എന്നുള്ളതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് തൊഴിൽജന്യ രോഗങ്ങൾ. ഈ ഒരു ടേബിളും PSC മുന്നേ ചോദിക്കാറുള്ളതാണ്. ഏതൊക്കെയാണ് തൊഴിൽ രോഗങ്ങൾ? ന്യൂമോകോണിയോസിസ്, സ്വർണം, ടിൻ, മൈക്ക ഖനികളിൽ തൊഴിലാളികൾക്കും ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ ഉണ്ട് അല്ലേ. തൊഴിൽജന്യ രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജനിതക രോഗങ്ങൾ, ഹീമോഫീലിയ, രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിലെ ചില സഹായത്തിലാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകൾ തകരാറിലായാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാന്ന് ചോദിച്ചാൽ എന്താണ്? വൈറ്റമിൻ K ആണ്. അതുപോലെ സിക്കിൾ സെൽ അലീമിയ, ഇതൊക്കെ എന്തോ ആണ്? ജനിതക രോഗങ്ങളാണ്. ക്യാൻസർ അനിയന്ത്രിതമായ കോശവിഭജനം വഴി പെരുകിയിട്ടുള്ള ക്യാൻസറും ഒരു ജനിതക രോഗത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇനി കാരണം, ഓരോ രോഗവും ജീവിതശൈലി രോഗങ്ങളാണ് അടുത്തത്. അപ്പോൾ ജനിതക രോഗം അല്ലെ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, ജനിതക രോഗം, ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം. ഇതിൻ്റെയൊക്കെ കാരണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷാഘാതവും അമിത രക്തസമ്മർദ്ദവും ഹൃദയാഘാതവും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത്, ഒരുപോലെയൊക്കെ ചിലപ്പോൾ തോന്നും. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതം. ഓക്കെ, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അടുത്ത ചോദ്യം, എംഫിസിമ എന്ന രോഗത്തിന് കാരണം. എംഫിസിമ എന്ന രോഗം നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എപ്പോഴും കാണിക്കുന്ന ഒരു പരസ്യമാണല്ലേ.
പുകവലി എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കാണിക്കുന്ന ഒരു പരസ്യമുണ്ട്. അതിൽ പറയുന്നതാണ് അല്ലേ, എംഫിസിമ എന്ന രോഗം അതിലെടുത്ത് പറയുന്നതാണ്. സോ ഓപ്ഷൻ ഡി പുകവലി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 4ാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം കെ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ഡി. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗമാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, ഗൗട്ട്, മയസ്റ്റീനിയ ഗ്രാവിസ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ, ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളതാണ് പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥിരോഗം. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി. അപ്പോൾ സന്ധി SCRTയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഗോളരസന്ധി, പരിയാണസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കീലസന്ധി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ്, ഫ്ലേവി വൈറസ്, റൈനോ വൈറസ്, DEN1 വൈറസ്. ഏതാണ് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്നത്? ആൽഫ വൈറസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വംശനാശം സംഭവിച്ച ഹോമിനുകളുടെയും മനുഷ്യപരിണാമത്തിൻ്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ സ്വാൻഡെ പാബോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നൊബേൽ പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത്. നൊബേൽ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് ഏത്? പരിരക്ഷയാണോ, വി മിഷനാണോ, വിവാ കേരളമാണോ, ആരോഗ്യ കേരളമാണോ? വിവാ കേരളം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഏത് അറയുടെ ഭിത്തിക്കാണ്? ഓപ്ഷൻ ഡി ഇടത് വെൻട്രിക്കിൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ജീവകം B6ൻ്റെ രാസനാമം. അപ്പോൾ വൈറ്റമിൻ ഓരോന്നിൻ്റെയും രാസനാമം ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ ഏതാണ്, ബി ഏതാണ്, അതുപോലെ B1, 2, 6 ഏതാണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ CD എല്ലാത്തിൻ്റെയും രാസനാമം ഇമ്പോർട്ടൻ്റ് ആണ്. B6ൻ്റെ രാസനാമം എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ, പിരിഡോക്സിൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ റെറ്റിനോളാണ്. വൈറ്റമിൻ എൻ്റെ രാസനാമം എന്താണ്? റെറ്റിനോളാണ്. വൈറ്റമിൻ ഡി കാൽസിഫെറോളാണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോളാണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോളാണ്. വൈറ്റമിൻ കെ ഫിലോക്വിനോൺ ആണ്. വൈറ്റമിൻ കെ ഫിലോക്വിനോൺ ആണ്. വൈറ്റമിൻ B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി പ്രമേഹത്തിൻ്റെ ഏതു വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ടൈപ്പ് 1 പ്രമേഹമല്ല, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ടൈപ്പ് 2 പ്രമേഹം, കീറ്റോനൂറിയ. അപ്പോൾ ഏതാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ടൈപ്പ് 2 പ്രമേഹം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഓപ്ഷൻ ബി റിംഗ് വേം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്. ആർദ്രം പദ്ധതി ഏത് വർഷമാണ്? ഡേറ്റ് അടക്കം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 2016 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും എല്ലാവരുടെയും ഒരേ ആരോഗ്യം, പരിസ്ഥിതിയുടെയും എല്ലാവരുടെയും ഒറ്റ ആരോഗ്യം എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. വൺ ഹെൽത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ബീജസങ്കലനം മനുഷ്യൻ്റെ ഏത് ഭാഗത്തു വെച്ച് നടക്കുന്നു? ബീജസങ്കലനം മനുഷ്യൻ്റെ ഏത് ഭാഗത്തു വെച്ച് നടക്കുന്നു? ഓപ്ഷൻ ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗം, അണ്ടവാഹിനിക്കുഴലിൽ, ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗം, അണ്ടാശയം. അപ്പോൾ ബീജസങ്കലനം SCRT ടെക്സ്റ്റിലുള്ളതാണ്. അണ്ടവാഹിനിക്കുഴലിൽ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഡിഗ്രി ലെവലിലോട്ട് വരുമ്പം ബയോളജി, ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ ബയോളജി വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ബീജസങ്കലനത്തിൻ്റെ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹയർ ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ബയോളജിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കേണ്ട ആവശ്യമുണ്ട്.
അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവഘടകമാണ് ടോക്കോഫെറോൺ? അപ്പോൾ നമ്മൾ പറഞ്ഞു പരാസനാമം ഓരോന്നിൻ്റെയും ഓരോ വൈറ്റമിൻ്റെയും സയൻറ്റിഫിക് നെയിം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. അപ്പോൾ ജീവകം എ ആണോ, ജീവകം ഡി ആണോ, ജീവകം ബി ആണോ, ജീവകം ഇ ആണോ ടോക്കോഫെറോൺ എന്നറിയപ്പെടുന്നത്? ജീവകം ഇ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. മീനമാതാ രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാതാ രോഗം ഏതിൻ്റെ മലിനീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, മെർക്കുറി. HG അല്ലെങ്കിൽ മെർക്കുറിയുടെ മലിനീകരണമാണ്. HG മലിനീകരണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ക്വാഷിയോർക്കർ, വിളർച്ച, തൈറോയിഡ്, മുകളിൽ പറയുന്നവയെല്ലാം. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ക്വാഷിയോർക്കർ ആണല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. വൈഡൽ ടെസ്റ്റ്, മലയാളത്തിൽ എഴുതുമ്പോൾ വിഡാൽ എന്ന് എഴുതിയിട്ടുണ്ട്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? ടൈഫോയിഡ്, എയ്ഡ്സ്, ക്ഷയം, ക്യാൻസർ. ഓപ്ഷൻ എ ആണല്ലേ, ടൈഫോയിഡ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2024 10th ലെവൽ എക്സാമിന് PSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗുണഭോക്താക്കൾ ആരാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഓരോ പദ്ധതിയും ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. മന്ദഹാസം പദ്ധതി, സമന്വയ പദ്ധതി, അഭയകിരണം പദ്ധതി, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. അപ്പോൾ മന്ദഹാസം അത് വെപ്പ് പല്ലൊക്കെ കൊടുക്കുന്ന പ്രായമായവർക്ക് BPL വിഭാഗത്തിലെ മുതിർന്ന വിഭാഗത്തിലെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലേ മന്ദഹാസം പദ്ധതി. അപ്പോൾ എ കറക്റ്റായിട്ടുള്ളത് 4 കറക്റ്റായിട്ടുള്ളത്. സമന്വയയുടെ ആൻസർ എന്താണ്? സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഭയകിരണം പദ്ധതി. ഇനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു സൈറ്റാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരള ഗവേണൻസ് പഠിക്കാനുണ്ട്. കേരള ഭരണരംഗത്തിൻ്റെ ഭാഗമായിട്ടും അവിടെ നിന്നായാലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് സ്കീമുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാനായിട്ട് പറ്റും. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള എന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ ഏതൊക്കെയാണ് സ്കീം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പരിണയം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാർ. വയോമിത്രം പദ്ധതി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അമൃതം പദ്ധതി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മന്ദഹാസം പദ്ധതി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നും. സായം പ്രഭാഹവും പദ്ധതി, വിദ്യാകിരണം പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി. ഈ സൈറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യാശ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ മറ്റൊരു ഓപ്ഷനിൽ കണ്ടല്ലേ പ്രതീക്ഷ, തണലിടം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സൈറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ആർക്ക് ഗുണഭോക്താവ് ആര് എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ടും ചോദിക്കാറുണ്ട്. ഓരോ പദ്ധതിയുടെ അകത്ത് എന്താണ് പറയുന്നതിനെ കുറിച്ചിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു സൈറ്റാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. നിങ്ങൾ എക്സാം പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? അഞ്ചാംപനി, മങ്കി പോക്സ്, മെനിഞ്ചൈറ്റിസ്, മലേറിയ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ്. വാദം ശരിയാണ്, കാരണം തെറ്റാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. B2 വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്നുള്ളത് തെറ്റാണ് അല്ലേ. B1 ഉള്ളതാണ്. അപ്പോൾ ശരിയായതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇത് തെറ്റാണ്. സോ സിയും ബിയും
ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. അപ്പോൾ B1ൻ്റെ സയൻറ്റിഫിക് നെയിമാണ് തയാമിൻ. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. അപ്പോൾ അത് തെറ്റാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2023 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. UAE എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്രന്ഥി. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബയോളജി എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ള ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ PYQ സീരീസിലത്തെ എല്ലാ വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ സോഴ്സും റിലേറ്റഡ് ഫാക്ട്സും അടക്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ ട്രെൻഡിങ് ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. റീസെൻ്റ് ആയിട്ട് 2024 PSC ചോദിക്കുന്ന ട്രെൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തേക്കുന്നത്. സോ അതും കാണാത്തവർ കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കൂടെ ഇനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിലാണ് നമ്മളിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാനും നിങ്ങളുടെ പഠനത്തിൽ അതൊക്കെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുള്ളൂ. സോ പ്ലീസ് എനാബിൾ യുവർ ബെല്ലൈക്കൻ ഓൾസോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.